ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാവുന്നത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. ഇതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൺസൈൻമെന്റിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ഫിനിഷ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ദ ഗുഡ്സ് ഓൺ കൺസൈൻമെന്റ് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ദ ഗുഡ്സ് ഓൺ കൺസൈൻമെന്റ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കൺസൈൻമെന്റിലെ സാധനങ്ങൾ അവയുടെ കോസ്റ്റ് പ്രൈസിൽ അയക്കുന്നതിന് പകരം the consignor may send it at a price higher than the cost price. The consignor may send it at a price higher than the cost price. കോസ്റ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന ഒരു വിലയ്ക്ക് അയക്കാനായിട്ട് കൺസൈനർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തോ ഞാൻ പറഞ്ഞ കൺസൈൻമെന്റിലെ സാധനങ്ങൾ അവയുടെ കോസ്റ്റ് പ്രൈസിൽ അയക്കുന്നതിന് പകരം കോസ്റ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന ഒരു വിലയ്ക്ക് അയക്കാനായിട്ട് കൺസൈനർക്ക് സാധിക്കും. ആ പ്രൈസിന് വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കൺസൈനർ 12,000 രൂപയ്ക്ക് സാധനം അയക്കുന്ന പകരം നമ്മൾ 15,000 രൂപയ്ക്ക് സാധനം അയക്കുകയാണ്. അപ്പൊ ഈ 12,000 മീൻസ് പറഞ്ഞിട്ടാണ് കോസ്റ്റ് പ്രൈസ്. എത്രയ്ക്ക് നമ്മൾ അയച്ചത് 15,000 രൂപ. അപ്പൊ ആ 15,000 മീൻസാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ നമ്മൾ കൂടി വിലയ്ക്കാണ് കൊടുക്കുന്നത്. ആ കൂടി വിലയ്ക്ക് വിളിക്കുന്ന പേരാണ് തോന്നുന്നത് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ എത്ര മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്? കൺസൈൻമെന്റിലെ സാധനങ്ങൾ അവയുടെ കോസ്റ്റ് പ്രൈസിൽ അയക്കുന്ന പകരം കോസ്റ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന ഒരു വിലയ്ക്ക് അയക്കാനായിട്ട് കൺസൈനർക്ക് സാധിക്കും എന്നതാണ്. ആ പ്രൈസിന് വിളിക്കുന്ന പേരാണ് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. This is done to keep the profits on consignment as a secret. This is done to keep the profits on consignment as a secret. നമ്മൾ ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ലാഭവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ലാഭവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. Thus, the consignee could not know the actual profit made on consignment. ഇതിലൂടെ കൺസൈനിക്ക് കൺസൈൻമെന്റിൽ നിന്നുള്ള ആക്ച്വൽ പ്രോഫിറ്റ്, യഥാർത്ഥ ലാഭം എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് ഡൺ ടു കീപ് ദ പ്രോഫിറ്റ്സ് ഓൺ കൺസൈൻമെന്റ് ആസ് എ സീക്രട്ട്. ലാഭവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. Thus, ഇതിലൂടെ തന്നെ the consignee could not know the actual profit made on consignment. ഇതിലൂടെ കൺസൈനിക്ക് കൺസൈൻമെന്റിൽ നിന്നുള്ള യഥാർത്ഥ ലാഭം, ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. നെക്സ്റ്റ് വൺ. The following adjustment entries have to be passed in order to eliminate the effect of excess price and to find out the correct profit or loss on consignment. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? The following adjustment entries have to be passed in order to eliminate the effect of excess price. എന്താണ് ഈ excess അർത്ഥം? അധികമായിട്ടുള്ളത്. And to find out the correct profit or loss on consignment. അധികമായി കാണിച്ചിട്ടുള്ള എമൗണ്ട്, അതായത് എക്സസ് പ്രൈസ് എലിമിനേറ്റ്. എന്താണ് എലിമിനേറ്റ് മീൻസ്? ഒഴിവാക്കുക അല്ലെ, അവോയ്ഡ് ചെയ്യുക. അധികമായി കാണിച്ചിട്ടുള്ള എമൗണ്ട് ഒഴിവാക്കാനും കൃത്യമായ ലാഭനഷ്ടങ്ങൾ കണ്ടെത്താനും താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രികൾ നൽകേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? അധികമായി കാണിച്ചിട്ടുള്ള, മനസ്സിലായോ? എക്സസ് പ്രൈസ് ഉണ്ടോ, അധികമായി കാണിച്ചിട്ടുള്ള എമൗണ്ട് എലിമിനേറ്റ് ചെയ്യാൻ, അതായത് ഒഴിവാക്കാനും കൃത്യമായ ലാഭനഷ്ടങ്ങൾ കണ്ടെത്താനും താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രികൾ നൽകേണ്ടതുണ്ട്. The entries will be recorded in the books of consignor only. ഈ എൻട്രികൾ കൺസൈനറുടെ പുസ്തകത്തിൽ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ഈ പറയുന്ന 4 എൻട്രികൾ ആരുടെ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? കൺസൈനറിന്റെ ബുക്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാലോ? അത് നമുക്ക് ഓരോന്നോരോന്ന് എന്താ നോക്കാം. ഒന്നത്തെ പറഞ്ഞിരിക്കുന്ന ടു റിമൂവ് എക്സസ് പ്രൈസ് ഇൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ എക്സസ് പ്രൈസ് അവോയ്ഡ് ചെയ്യുക. എക്സസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് അധികമായിട്ട് വരുന്ന വില എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി പറഞ്ഞേ, കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്.
ഇവിടെ കൺസൈൻമെന്റ് എഴുതാൻ വിട്ടുപോയതാണ്, നിങ്ങളൊന്ന് ചേർക്കണം. മനസ്സിലല്ലോ? അപ്പോൾ ടു റിമൂവ് എക്സസ് പ്രൈസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ എക്സസ് പ്രൈസ് നമ്മൾ ചെയ്യണം, റിമൂവ് ചെയ്യണം, ഒഴിവാക്കണം. അതിന്റെ എൻട്രി ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലല്ലോ? എന്നിട്ട് നരേഷ് എന്തിരിക്കുന്നത് എക്സസ് വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ബ്രോട്ട് ഡൗൺ ടു കോസ്റ്റ് പ്രൈസ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കോസ്റ്റ് പ്രൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. മനസ്സിലായി? കോസ്റ്റ് പ്രൈസിലേക്ക് നമ്മൾ കുറയ്ക്കുമ്പോഴാണ് ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ ഒഴിവാക്കുന്നത്. ഓക്കെ, അപ്പൊ കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിലാണെങ്കിലോ ഈ പറഞ്ഞ എൻട്രി ഉണ്ടോ, അത് തിരിച്ചിട്ടാൽ മതി. അപ്പൊ പറഞ്ഞു ടു റിമൂവ് ദി എക്സസ് പ്രൈസ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടോ. അപ്പൊ എന്തോ പറഞ്ഞിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കില് എക്സസ് പ്രൈസ് അവോയ്ഡ് ചെയ്യുമ്പോൾ എൻട്രി പറഞ്ഞു ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ, ആ എൻട്രി തിരിച്ചു പറഞ്ഞാൽ മതി. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞു ടു റിമൂവ് ദി എക്സസ് പ്രൈസ് ഇൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അതെന്താ പറയുന്നത്? അയച്ച സാധനങ്ങളുടെ എക്സസ് പ്രൈസ് നീക്കം ചെയ്യുകയാണെങ്കിൽ എൻട്രി എന്താണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഈ ബ്രാക്കറ്റ് നരേഷൻ ഒന്ന് ഓർത്ത് വെച്ചാണ് അഡ്ജസ്റ്റ്മെന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും. അതായത് ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസിന് ഡിഫറൻസ് എടുത്തിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് വെച്ചാണ് നമ്മൾ ഈ എൻട്രി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞു? അയച്ച സാധനങ്ങളിൽ എക്സസ് പ്രൈസ് നീക്കം ചെയ്യുന്ന എൻട്രിയാണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ഗുഡ്സ് സെൻഡ് നമ്മൾ സാധനങ്ങൾ സെൻഡ് ചെയ്തില്ലേ, അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം. അതായത് അവിടുത്തെ തിരിച്ചയക്കും. അപ്പൊ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഈ എൻട്രി എന്ത് ചെയ്യണം? തിരിച്ചിട്ടാൽ മതി. അപ്പൊ പറഞ്ഞു ടു റിമൂവ് ദി എക്സസ് പ്രൈസിന്റെ ഗുഡ്സ് റിട്ടേൺ ഉണ്ടോ, ഈ എൻട്രി ആണല്ലോ. അപ്പൊ തിരിച്ച് പറഞ്ഞാൽ മതി കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ഒരു പാടുമില്ല. ഇത് നമ്മുടെ കൺസൈനറുടെ ബുക്കിൽ എഴുതുന്ന കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞിട്ടാണ് ടു റിമൂവ് എക്സസ് പ്രൈസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എക്സസ് പ്രൈസ് നീക്കം ചെയ്യുമ്പോൾ എൻട്രി ആണ് കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. നേരെ മറ്റേ ക്ലോസിംഗ് സ്റ്റോക്കിലാണെങ്കിലോ ആ എൻട്രി തിരിച്ചു പറയണം, കൺസൈൻമെന്റ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി സാധനങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ അധികമായിട്ടുള്ള പ്രൈസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എൻട്രി എന്താണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇനി അവിടുന്ന് റിട്ടേൺ ചെയ്യുകയാണെങ്കിലോ അത് തിരിച്ചു പറയണം, കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പൊ ഇത്ര മനസ്സിലല്ലോ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതിന്റെ പ്രോബ്ലം ആണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് നടക്കുന്ന ഇൻഡെക്സ് 6.2.5. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോ കൂടെ കാണിച്ചു തരാം.